ഹലോ ഗൈസ്, അപ്പം നമ്മൾ അമ്മയ്ക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അയ്യപ്പൻ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാണ്. ഞങ്ങൾ ഇന്ന് എറണാകുളത്തേക്ക് പോവാണ്. 5 പേര് ആദ്യമായിട്ടാണ് നമുക്ക് ഒരുമിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നത്. കൊച്ചിയിൽ എത്തിയിട്ട് നമുക്ക് വേറൊരു പ്ലാനിങ് ഉണ്ട്, അത് വഴിയെ പറയാം. എന്തായാലും ട്രെയിൻ വരാൻ സമയമായി. നമ്മളിങ്ങനെ നടന്ന് അങ്ങ് അറ്റത്ത് പോകണം, എന്നാലേ ട്രെയിനിൽ നമുക്ക് കറക്റ്റ് ബോഗിയിൽ കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ M1ഉം അവർ M2 ആണ്. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുമിച്ച് ഇങ്ങ് M2ൽ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചിപ്പിക്ക് മാത്രമേ പുട്ടെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല വിശപ്പ്, എനിക്ക് ചോറ് വേണം, ഞാൻ ട്രെയിനിൽ ഇരുന്ന് കഴിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ചോറും കൂടി എടുത്തു. വൈഷ്ണവിക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞ് ക്യാഷും ബിസ്ക്കറ്റും. വിഷ്ണുവിനും ആശയനും ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒന്നും എടുത്തില്ലായിരുന്നു. പാവം, അവര് വിശന്നൂപ്പാട് വന്നു. അതുകൊണ്ട് ബന്നൊക്കെ എടുത്ത് കഴിക്കായിരുന്നു. ബന്നും ബിസ്ക്കറ്റും ഞങ്ങളുടെ നിന്ന് കുറച്ച് കഴിച്ചുവെങ്കിലും അവർ പ്ലിങ് ആയിപ്പോയി ഗൈസ്. ഇവർ ഫുഡ് വേണമെന്ന് എടുത്ത് പറഞ്ഞില്ലായിരുന്നു. അമ്മയാണെങ്കിൽ തിരക്കിനിടയിലൊന്നും മനസ്സിലായൂല. പിന്നെ ബന്നും ഞങ്ങളുടെ നിന്ന് കുറച്ചൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും ഒരുമിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യാൻ നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ ഷെയർ ചെയ്ത് അടിപൊളിയായി. എന്നിട്ട് നമ്മൾ കൊച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള